എറണാകുളം അങ്കമാലി അർബൻ സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പിൽ ഇഡി അന്വേഷണത്തിലേക്ക് കടക്കുമ്പോഴും ക്രൈംബ്രാഞ്ചിന് ഇതുവരെ അറസ്റ്റ് ചെയ്യാനായത് 4 പ്രതികളെ മാത്രമാണ്. നിക്ഷേപിച്ച പണം എന്ന് തിരികെ ലഭിക്കുമെന്നറിയാതെ കാത്തിരിക്കുകയാണ് നൂറുകണക്കിന് നിക്ഷേപകർ. UDF ഭരണസമിതിയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ബാങ്കിൽ 96 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നത്. ആധാരങ്ങളുടെ ഫോട്ടോ കോപ്പികളിൽ നിന്ന് തുടങ്ങി മരിച്ചവരുടെയും വിദ്യാർത്ഥികളുടെയും പേരുകളിൽ വരെ വായ്പകൾ. ഒരേ ആധാരത്തിൽ ഒരേ വീട്ടിലുള്ള 4 പേരുടെ പേരിൽ വായ്പ. അങ്കമാലി അർബൻ സഹകരണ ബാങ്കിൽ കോൺഗ്രസ് ഭരണസമിതി നടത്തിയ വായ്പാ തട്ടിപ്പ് സമാനതകളില്ലാത്തതാണ്. വസ്തു ഈട് പോലുമില്ലാത്തതിനാൽ തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തിയത് 34 കോടിയോളം രൂപയുടെ വായ്പകൾ. സംഘത്തിന്റെ പ്രസിഡന്റ് PT പോളിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് വായ്പാ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്താകുന്നത്. 19 പേരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും ക്രൈംബ്രാഞ്ചിന് അറസ്റ്റ് ചെയ്യാനായത് 4 പേരെ മാത്രം. ഇത് കേസിന്റെ തുടരന്വേഷണത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. തട്ടിപ്പ് സംഘത്തിൽ ചിലർ വായ്പാ തുക കള്ളപ്പണ ഇടപാടുകൾക്കടക്കം ഉപയോഗിച്ചതായി വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ED കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തത്. വായ്പാ രേഖകൾ ഹാജരാക്കാനാവശ്യപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ED ഉടൻ കത്ത് നൽകും. അവർ പറയുന്നത് നമുക്ക് മനസ്സിലായത് പഴയ ഭരണസമിതിക്കാർ ചില ഇടനില കളിച്ചതുകൊണ്ടാണ് ഇവർ തിരിച്ചടയ്ക്കാനും വിൽക്കാനുള്ള പ്രോപ്പർട്ടി വിറ്റ് അവർക്ക് തിരിച്ച് പണം അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതെന്നാണ് നമുക്ക് തന്നെ വന്നത്. നമ്മുടെ തെളിവൊന്നുമില്ല, പക്ഷെ അതാണ് ഇവർ പറയുന്ന ഒരു കാരണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണ്ടേ ഈ വസ്തു കച്ചവടമായി ഞങ്ങൾ തിരിച്ചടച്ചേനെ. പിന്നെ കാര്യമായിട്ട് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഈ ഒരു കൊല്ലമായിട്ട് ഈ ഭരണസമിതിക്കാർ നടത്തിയിരുന്നില്ല. കോതമംഗലം സ്വദേശി റോയി കുര്യൻ മാത്രം 33 കോടി രൂപയുടെ വായ്പയാണ് തിരിച്ചടയ്ക്കാനുള്ളത്. 1 കോടി മുതൽ 9 കോടി വരെ വായ്പാ കുടിശ്ശികയുള്ളത് 22 പേർക്ക്. നിക്ഷേപകരിൽ പലർക്കും പണം ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെ ഇല്ലാതെയായി. 18 ലക്ഷത്തോളം ഇട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരു 120 റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. പലിശയൊന്നും കിട്ടിയിട്ടില്ല. പലിശ വേണ്ടാന്ന് പറഞ്ഞ് മുതൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടാനുള്ള സാഹചര്യം ഇപ്പം കാണുന്നില്ല. ഇപ്പോൾ അത് കൃത്രിമം ചെയ്തവരൊക്കെ പുറത്ത് കിടക്കാല്ലേ, ആരെയും പിടിക്കപ്പെടണില്ലല്ലോ. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്തോ വന്നൊരു അവസ്ഥയല്ലേ നിൽക്കുന്നത്. 1500ഓളം വരുന്ന നിക്ഷേപകർ ചേർന്ന് രൂപം നൽകിയ നിക്ഷേപ സംരക്ഷണ സമിതി പണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്താൻ ഒരുങ്ങുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.